വ്യൂവേഴ്സ്, വെൽക്കം ടു ജെസ്സിസ് ടേസ്റ്റി പാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അച്ചാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുലാവ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഗോൾഡൻ കളർ ആയി കിട്ടണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു മീഡിയം സൈസുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3-4 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഗ്രീൻ പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് തരം വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അത് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്തതാണ്. ഇത് നന്നായിട്ട് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അച്ചാർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണ് നാരങ്ങ അച്ചാറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് തരം അച്ചാർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയുടെ അച്ചാറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ഇതിൽ ചേർക്കരുത്, അതിന് ഇത്തിരി മധുരം ഉള്ളത് കൊണ്ട് അത് ചേർത്താൽ അത്ര ടേസ്റ്റ് കാണില്ല. ഇനി അച്ചാറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന നിലയ്ക്കാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അച്ചാർ ചേർത്തതിന് ശേഷം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ അച്ചാറിന് ഉപ്പ് ഉണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് തീ നല്ല കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നല്ല വെന്തിട്ടുണ്ട്. ഇളക്കി നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട്, ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ഒരു പപ്പടം, ഒരു തൈരും മാത്രം മതി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും